സൊല്യൂഷൻ എന്ന് പറയാം. ഒരു ODE ആയാലും BDE ആയാലും ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ആരുണ്ടാവും? അൺനോൺ കോൺസ്റ്റന്റ്സ് ഉണ്ടാവും. BN BH സ്റ്റാർ ഒക്കെ ഉള്ള ഇത് ഒരുപാട് സൊല്യൂഷൻസ് ആണ്. ഇത് ഇൻഫിനിറ്റി വരെ സൊല്യൂഷൻസ് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കാൻ ഇതിന്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ ഒരു പ്രത്യേക സൊല്യൂഷൻ ആക്കി മാറ്റുകയും ചെയ്യുന്നത്. നമ്മളെ ഇനീഷ്യൽ കണ്ടീഷൻ കൊടുത്താൽ പർട്ടിക്കുലർ സൊല്യൂഷൻ ആക്കാനാണ് അടുത്ത വഴി. ചെറിയ കുറച്ചുകൂടിയേ ഉള്ളൂ. നോക്കുക, u(x0) എന്താണ്? ടൈം 0 ആവുമ്പോഴുള്ള ഡിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ എന്ന് പറയും. ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ ആരാ? പ്രോബ്ലത്തിൽ ഉണ്ടാ തരിക. പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് f(x) തരിക. ഒരു പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാനുണ്ട്. പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ ഇത്രയാണ്, ഇനീഷ്യൽ വെലോസിറ്റി ഇത്രയാണെന്ന് പറഞ്ഞു തരും. ആരാ ഇനീഷ്യൽ ഡിഫ്ലക്ഷൻ? f(x). ഇനീഷ്യൽ വെലോസിറ്റി ആരാ? g(x). അതാരാ? ∂u/∂t at t equal to 0. എന്താ ∂u/∂t? u എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് ടൈം t എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. വെലോസിറ്റി ആയിട്ട് ടൈം 0, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് അതിന്റെ. ഓക്കേ, എന്തായാലും u(x) ഇവിടെ കൊടുക്കണോ? ടൈമിന് 0 കൊടുക്കും, t 0 കൊടുക്കും. t 0 കൊടുത്തത് എന്താവും? ഇതെന്താവും? cos 0. എന്താ cos 0? 1 so bn എന്ന് കിട്ടും. ഇതെന്താവും? ഇത് ഫുൾ 0 ആയി പോകും. ഇത് ഫുൾ 0 ആയി പോകും. ഇത് ഫുൾ 0 ആയി പോകും. പിന്നെ ഇതോ ഇത് മാറ്റം വരുമോ? ഇല്ല, അല്ലെ? അവിടെ t ഇല്ല. അപ്പൊ നമുക്ക് വരിക u of നമ്മൾ നോക്കട്ടെ, which implies u of 0t എന്ന് പറഞ്ഞാൽ അവിടെ വരുന്നത് summation n equal to 1 to infinity bn മാത്രം വരുന്നത്. bn ഉണ്ടാവും. ഇത് 1 ആയി പോകും. ഇത് 1 ആവില്ലേ? ആ bn sin n pi x by l is equal to f of x കിട്ടും. ഇപ്പൊ എന്താണ് ഇത്? f of x equal to summation bn sin n pi l by l. ഇപ്പൊ നിങ്ങൾക്ക് ഇത് പരിചയം ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് ഇതിന് തൊട്ട് മുന്നത്തെ മൊഡ്യൂൾ ആയിരുന്നു ഫൊറിയർ സീരീസ്. ഫൊറിയർ സീരീസ് നല്ല രസമുള്ള സംഭവമാണ്. ഈ ഫൊറിയർ സീരീസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയും ദിസ് ഈസ് ദ ഹാഫ് റേഞ്ച് ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of x. f of x എന്ന ഫംഗ്ഷന്റെ ഹാഫ് റേഞ്ച് ഫൊറിയർ സീരീസ് എക്സ്പാൻഷന്റെ എക്സ്പാൻഷൻ ആണ് ഇത്. ഏതൊരു ഫംഗ്ഷനെയും നമുക്ക് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ സൈനിന്റെയും കോസിന്റെയും മാത്രം, സൈൻ ഫംഗ്ഷന്റെയും കോസ് ഫംഗ്ഷന്റെയും മാത്രം ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് ഏതൊരു ഫംഗ്ഷനെ എഴുതാൻ പറ്റുന്ന കൂടുതൽ നമുക്ക് ഫൊറിയർ സീരീസ് പഠിക്കാം. ഏതായാലും ഫൊറിയർ സീരീസ് നമ്മൾ പഠിക്കും. ഈ ഹാഫ് റേഞ്ച് സീരീസിൽ bn കിട്ടുക, then bn is equal to bn വരിക 2/l into integral 0 to l f of x into sin n pi x by l dx. ഇതാണ് bn കിട്ടുക. ഇതാണ് bn കിട്ടുക. ഇക്വേഷൻ നമ്പർ 10. ഇക്വേഷൻ നമ്പർ 10 bn കിട്ടി. ഇനി ആരും കൂടി കിട്ടാണ്ട് bn സ്റ്റാർ കിട്ടാനില്ലേ? അതിന് നമ്മുടെ കയ്യിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് ഇനീഷ്യൽ കണ്ടീഷൻ? രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ. രണ്ടാമത്തെ ഇനീഷ്യൽ കണ്ടീഷൻ എന്താ? ∂u/∂t at t equal to 0 സമം g of x implies. നോക്ക്, ഇയാളൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എടാ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഇതിനെ ഡിഫറൻഷിയേറ്റ് സമ്മേഷൻ ഒക്കെ ഡിഫറൻഷിയേറ്റ് ഒരു പ്രശ്നമില്ല. സമ്മേഷന്റെ ഉള്ളിൽ ചെയ്താൽ മതി. സമ്മേഷൻ n equal to 1 to infinity ഇന്റഗ്രേഷന്റെ പ്രത്യേകത ഉണ്ട്. ഓരോന്നും f plus g ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ f ഡെറിവേറ്റീവ് പ്ലസ് g ഡെറിവേറ്റീവ് എന്നുള്ള പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. എന്താണ്? bn cos lambda n t ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t minus bn sin lambda n t into lambda n. അല്ലടോ, cos lambda n t ന്റെ ഡെറിവേറ്റീവ് minus sin lambda n t into lambda n. bn അവിടെ ഉണ്ടാവും. പിന്നെ പ്ലസ് bn star sin lambda n t ന്റെ ഡെറിവേറ്റീവ് cos lambda n t into lambda n. അല്ലേ? ഇത്ര ഉണ്ടാവും. അറ്റ് എത്രയാണ്? അറ്റ് ടൈമിംഗ് t equal to 0 is equal to എന്ത് കിട്ടും? f of x. കുറച്ചും കൂടി ഒന്ന് നോക്കിക്കട്ടെ. which implies summation n equal to 1 to infinity ടൈം 0 ആവുമ്പോൾ എന്തായി പോകും? എടാ t 0 ആവുമ്പോൾ sin lambda t എന്താവും? മൊത്തം പോയില്ലേ? എടാ ഇത് മൊത്തം 0 ആയില്ലേ? പിന്നെ എന്താ ഉണ്ടാവുക? cos lambda n t എന്താവും? 1 ആവും. പിന്നെ എന്താ ഉണ്ടാവുക? അപ്പോ bn star lambda n ഇവിടെ sin n by x by l കൂടി ഇടോ. ഓക്കേ, ഇവിടെ ഒരു sin n by x by l ഉണ്ട്. അയാൾക്ക് മാറ്റം വരുമോ? ഇയാൾക്ക് ഡെറിവേറ്റീവിന് പ്രശ്നം വരുമോ? ഇയാൾക്ക് കണക്കാൻ തട്ടുമോ? ഇയാൾക്ക് കണക്കാൻ തട്ടൂല. എന്താ കാരണം? ഇവിടെ എന്തില്ല? t ഇല്ല. അതുകൊണ്ട് ഇയാൾ കോൺസ്റ്റന്റ് ആ. അപ്പൊ അയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. ആര്? sin n by x by l. sin n by x by l at t equal to 0 ആണ്. അവിടെ t equal to 0. at t equal to 0 is equal to f of x. f of x അല്ല g of x അല്ലേ? equal to g of x. so bn star lambda n into sin n pi x by l equal to g of x. again Fourier series.
again half range Fourier series. This is the half range Fourier series expansion of g of x, where the constant ആരാ bn star മാത്രമല്ല പിന്നെ ആരാ ഇവിടുത്തെ constant ആരാ bn star. Then bn star lambda n is given by that's the 2/l into integral 0 to L g of x into ഇതൊക്കെ കാണുമ്പോൾ വലിയ ബുദ്ധിമുട്ടായി തോന്നും, പക്ഷെ Fourier series പഠിച്ചത് ഈസിയാണ്. Fourier സീരീസിലെ മൂന്ന് കോൺസ്റ്റന്റുകളാണ് a0 a bn അതാണ് 2/l in integral 0 to L g of x into sin n pi x by L dx. Equation number 10. നേരത്തെ 9 എഴുതി, നേരത്തെ 10 എഴുതിയിരുന്നു. അപ്പോൾ എത്ര 11 കിട്ടി. ഇതോടെ കംപ്ലീറ്റ് ആയി. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ലാംഡാനെ എങ്ങനെ എടുക്കാം? അപ്പോൾ bn സ്റ്റാർ ആയി. ഇപ്പൊ എന്തായി? bn നമുക്ക് ഒന്നുകൂടി നന്നാക്കി എഴുതാം. ഈ ലാംഡാനെ എന്തെടുക്കുക? ലാംഡാനെ എങ്ങോട്ട് എടുക്കുക? അപ്പൊ ലാംഡ n into L എന്ന് വരും. ലാംഡ n into L എന്തായിരുന്നു? ലാംഡ n cn pi by L. അപ്പൊ ലാംഡ n into L വരിക cn pi എന്ന് വരും. അപ്പൊ കൂടി ഞാൻ നന്നാക്കി എഴുതാം. ഒറ്റ സ്റ്റെപ്പ് കൂടി എഴുതാം. Therefore bn star is equal to 2 by ഈ ലാംഡ n ഇങ്ങോട്ട് വരില്ലേ? അപ്പൊ എന്താ വരിക? cn pi അല്ലേ? 2 by cn pi into integral 0 to L g of x into sin n pi x by L dx. Equation number 11 വേണ്ട. Therefore we got the solution. എന്തൊക്കെ solution? 9 is the solution with unknown constant bn and bn star given by 10 and 11. 9 ആണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ ചേർത്ത് നടത്തുന്ന സൊല്യൂഷൻ ആരാ? ഇക്വേഷൻ നമ്പർ 9 ആണ്. പിന്നെ 9 മാത്രം മതിയോ? പോലെ 9 ൽ രണ്ട് അൺനോൺ കോൺസ്റ്റന്റുകൾ ഉണ്ട്. അതാരൊക്കെ? ഒരു bn ഉം ഒരു bn സ്റ്റാറും. bn ഉം bn സ്റ്റാറും 10 11 ആണ് നമുക്ക് തരുന്നത്. 10 11 ആണ് നമുക്ക് തരുന്നത്. ഓക്കേ, ഞാൻ ചെറുതാക്കി തരാം. ചെറുതാക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഇക്വേഷൻ നമ്പർ 9. 9 is the solution. എടോ 9 ആണ് സൊല്യൂഷൻ. അവിടെ ആര് നമുക്ക് അറിയാത്ത രണ്ട് ആൾക്കാരുണ്ട്. ആരാണത്? bn ഉം bn സ്റ്റാറും. bn നെ കിട്ടാൻ അവിടെ ഉണ്ട്. bn ഇതാണ് ആര്? ഇക്വേഷൻ നമ്പർ 10. bn is given by equation number 10. bn star is given by equation number 11. So 9 is the solution with the bn unknown constant bn and bn star given by 10 and 11 is the solution of the wave equation. Okay.